ഗൈസ്, വെൽക്കം ടു ബാലി. നമ്മളെ ജോഗ്യക്കാർത്തേന്ന് ഫ്ലൈറ്റിലാണ് ഞാൻ ബാലിയിൽ എത്തിയത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. 5500 രൂപയാണ് ജോഗ്യക്കാർത്തേന്ന് ബാലിയിലേക്ക് എനിക്ക് ഫെയർ വന്നത് കേട്ടോ. ഏകദേശം ഒരു 1.25 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മളങ്ങനെ രാത്രി 8:30 മണിക്ക് ബാലി എയർപോർട്ടിലെത്തി. അവിടെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഹൗ ആർ യു? Hello, good. യുവർ നെയിം? റാസി? Reza. റൈസ എന്നാണ് പേര്. അപ്പോ റൈസ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഗൈഡിങ്ങും അതുപോലെ തന്നെ ഇവിടെ എനിക്ക് താമസവും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്തായിരുന്നു റൈസാന്റെ ഫാദർ ആണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവരായിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാലിയിലേക്കൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാക്കേജ് എടുക്കാണ്ട് അതേപോലെ തന്നെ ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവരുടെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോപ്പ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഹോട്ടലാട്ടോ. 223 റൂമുകളൊക്കെ ഉള്ള വലിയൊരു ഹോട്ടലാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ രാവിലെ 10 മണിക്ക് റിസ എന്നെ വന്ന് പിക്ക് ചെയ്തു വണ്ടിയായിട്ട്. അപ്പോൾ ഇവരുടെ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളങ്ങനെ 3 ദിവസം ഞാൻ ബാലി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ 23-ാം തീയതി തിരിച്ച് ഞാൻ ബാലി ടു തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. വളരെ ചീപ്പ് റേറ്റിന് എനിക്ക് കിട്ടി. 11,800 രൂപ എങ്ങാണ്ടാണ്. സിംഗപ്പൂർ ടച്ച് ചെയ്തിട്ടാണ് പോവുക. സിംഗപ്പൂർ ഒരു 4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സിംഗപ്പൂർ എയർപോർട്ടൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ സിംഗപ്പൂർ എയർപോർട്ടും കാണാം. തിരുവനന്തപുരം എയർപോർട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ദെൻ ജോഗ്യക്കാർത്ത എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ കുറേയധികം എയർപോർട്ടുകളൊക്കെ ഈ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഗായ്സ്, 2024 എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പാണ്. അതും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഇന്തോനേഷ്യ, ജക്കാർത്ത, ജോഗ്യാർത്ത അതുപോലെ തന്നെ ഇതിപ്പോൾ ബാലിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡുകളും നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ബാലിയിൽ കുട്ട ബീച്ചിനടുത്തുള്ള പോപ്പ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ബാലിയിലേക്കൊക്കെ ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ചൂസ് ചെയ്യാം. അടിപൊളിയാട്ടോ ഹോട്ടൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ പോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെ ഒരുപാട് കൺട്രീസിൽ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാലിയിൽ നിന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റിസ എന്നെ വന്ന് പിക്ക് ചെയ്തത്. ഞാനിപ്പോൾ ബാലി കുട്ട ബീച്ചിന്റെ ഏരിയയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. We go to Nusa Dua. Yeah, looking the like beach water activities. Oh. Yeah. And then after that we go to Uluwatu Temple. And then go to Eureka. Garuda Wisnu Kencana Temple. Okay, temple. I like temple, beach and Nusa Dua എന്ന് പറയുന്ന ഒരു ഐലൻഡ്. ഒരു ഐലൻഡ് ആണ്. വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ്. അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ റിസ പറഞ്ഞു. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ബാലി എപ്പിസോഡ് ഗൈസ്. ബാലി ഫസ്റ്റ് സൈറ്റ് സീയിങ് നമ്മൾ കാണാൻ പോകുന്നത് നുസ ഡുവ എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ എയർപോർട്ടിൽ വന്ന് റിസ എന്നെ പിക്ക് ചെയ്യാൻ വന്ന് പോപ്പ് എന്ന കുട്ട ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്. ബാലിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഹോട്ടലാണ്. സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ള ഹോട്ടലാട്ടോ. അപ്പോൾ നുസ ഡുവയിലേക്ക് പോകുന്ന മനോഹരമായിട്ടുള്ള ബൈ റോഡ് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇന്തോനേഷ്യ അല്ലേ. അവിടെയാണ് ആയിരങ്ങളുടെ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന ബാലി സ്ഥിതി ചെയ്യുന്നത്. ബാലിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു സോളോ ട്രിപ്പ് ഇന്തോനേഷ്യ, നമ്മളിപ്പോൾ ജക്കാർത്ത അതുപോലെ തന്നെ യോഗ്യക്കാർത്ത അങ്ങനെ ബാലിയിൽ എത്തിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബാലിയിലേക്ക് വരണം എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മളിവിടെ ഹോട്ടലും അതുപോലെ തന്നെ ഗൈഡ്, വണ്ടി, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി എനിക്ക് ഫ്ലൈറ്റിൻ്റെ ഫെയർ വന്നത് 5500 ആണ് യോഗ്യക്കാർത്ത ടു ബാലിയിലേക്ക്. ഇനി നമുക്കിവിടെ ഗൈഡ്, അതിൻ്റെ വണ്ടി എക്സ്പെൻസ്, റൂമിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നുസ ഡുവ എന്ന് പറയുന്ന വാട്ടർ ആക്ടിവിറ്റീസ്, പാരാഗ്ലൈഡിങ്, ബനാന റൈഡിങ്, ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് ചുറ്റും ഇതൊരു ഐലൻഡാണ്. 2 സൈഡും ബീച്ചാണ്. ബീച്ചിൻ്റെ സെൻറ്ററിലൂടെയാണ് ഈ റോഡ്. മനോഹരമായിട്ടുള്ളൊരു ബൈ റോഡ് കാഴ്ച കേട്ടോ. ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ബാലി കാഴ്ചകളൊക്കെ കണ്ടിട്ട്.
ജക്കാർത്തയിലും യോഗ്യകാർത്തയിലൊക്കെ നമ്മൾ ഉൾഗ്രാമങ്ങളും അവിടുത്തെ വില്ലേജ്, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആളുകൾ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടതിൽ. അവിടെ നമ്മൾ കൂടുതൽ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തത്. ബീച്ച്, അതുപോലെ ഉൾഗ്രാമങ്ങൾ, അവിടുത്തെ കൃഷി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടത്. ബാലിയിലേക്ക് വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഐലൻഡ്, ഒരു ദ്വീപ് സമൂഹം തന്നെയാണ്. ബാലി എന്ന് പറയുമ്പോൾ പൊതുവേ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിലൂടെ കൂടെ നിങ്ങൾക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മളൊരു ഉച്ചവരെ നുസ ഡുവ ദ്വീപിലെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ലഞ്ചിന് ശേഷം നമ്മൾ ഒരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകാൻ എന്നുള്ള ഒരു പ്ലാനിങ് ആണ്. റിസ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് 1 ഡേ ട്രിപ്പ് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളത്. ഇന്ന് നമുക്ക് മാക്സിമം ഈ ഒരു ദ്വീപും അതുപോലെ തന്നെ ഒരു ടെമ്പിൾ ഇത് മാത്രമാണ് വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ റൂമിലോട്ട് പോകും. ദെൻ നാളത്തേക്കുള്ള പ്ലാനിങ്ങും മറ്റന്നാളത്തേക്കുള്ള പ്ലാനിങ്ങും ഇന്ന് തന്നെ നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഇവർ ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ഫ്രണ്ട്ലിയാണ് റിസ. അതുപോലെ തന്നെ പുള്ളിയുടെ ഫാദറാണ് ഈ പാക്കേജും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാലിയിലേക്കൊക്കെ വരാനായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് പാക്കേജൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളങ്ങനെ നുസ ഡുവേൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈവ് കുക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ മെനു കാർഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. Thank you, Biris. My name John. Welcome to Bali for you. Okay. We have camera. Parasailing and jet ski, parasailing only. Parasailing only first, then after discuss. Oh, after discuss. Why now you to pick two and then organizers one time only finish the parasailing, you can continue jet ski. Okay, first try the paragliding. Paragliding. Yeah. Thank you very much. Thank and you. the morning you coming and then join the Bintang Beach Club water sport. Yeah. Thank you. Bintang, you are the beach name? Bintang Beach and dive water sport. Oh. Yes, you want fruit? ഓക്കെ, നമ്മളിവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് കണ്ടോ, Jackfruit. ചക്ക, നമ്മുടെ നാട്ടിലെ ചക്ക. ഇവിടുത്തെ 20,000 രൂപ കേട്ടോ ഇതിന് വില. കണ്ടല്ലോ, 10 പീസ് ചക്കയ്ക്ക് 20,000 രൂപ. പിന്നെ പേരക്ക, പൈനാപ്പിള്, പിന്നെ പാഷൻ ഫ്രൂട്ട് ആൻഡ് മാംഗോ. Big fruit. മാംഗോ, Mango, this is mango, dragon. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടല്ലോ. ഏതെടുത്താലും 20,000 രൂപ കേട്ടോ. അപ്പം ഞാനൊരു ചക്ക മേടിച്ചു ഗൈസ്, കണ്ടോ. അല്ല, ഒരു പൈനാപ്പിളും Pineapple, sweet pineapple, yeah. ഓക്കെ, 1 പൈനാപ്പിൾ, സോറി 1 മിക്സഡ്, One mix. 1 jack fruit. Jackfruit. Only one, yeah? Yeah, one. ഞാനൊരു പാരാഗ്ലൈഡിംഗ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2,500 രൂപയാണ് പാരാഗ്ലൈഡിങ്. 20 മിനിറ്റ് ആണ് കേട്ടോ. 20 മിനിറ്റേ ഉള്ളൂ. നമ്മളെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ നമ്മൾക്ക് ലോക്കർ തരുന്നുണ്ട്, ലോക്കറിൽ വെക്കണം. നമ്മൾ ബർമുഡ, അതുപോലെ തന്നെ ടീഷർട്ട്, ഇതൊക്കെയാണ് ചൂസ് ചെയ്യാൻ ബെറ്റർ. ഷൂ കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെക്കുക. നമ്മുടെ ബാഗ്, ക്യാമറ, ഇതൊന്നും അലൗഡ് അല്ല. നമുക്ക് കൊണ്ടുപോകാം, പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം. എന്തെങ്കിലും മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ ഇവർ ഉത്തരവാദി ആയിരിക്കില്ല കേട്ടോ. പിന്നെ ഇവർ വീഡിയോസ് നമുക്ക് എടുത്തു തരുന്നുണ്ട് ഗോപ്രോയിൽ. അതിന് ഏകദേശം 600 ഇന്തോനേഷ്യൻ മണി, 600 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പാക്കേജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏകദേശം 3,100 രൂപ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മണി 3,100 രൂപ വന്നിട്ടുണ്ട് ഈ ഒരു പാരാഗ്ലൈഡിങ് ചൂസ് ചെയ്യാനായിട്ട്. 20 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഈ ഒരു ദ്വീപിൽ. ഇവിടുന്ന് കുറേ മലയാളീസിനൊക്കെ പരിചയപ്പെട്ടു. കുറേ കൊച്ചിയിലുള്ള ടീംസും പാലക്കാട്ടിലുള്ള ടീംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ലൈവായിട്ട് ഇവർ ഫുഡിൻ്റെ പരിപാടി ഉണ്ട്, ബൊഫയാണ്. ഒരു ഇന്തോനേഷ്യൻ ടൈപ്പ് ഫുഡാണ്. കുറേ സ്നാക്സുകളും അതുപോലെ തന്നെ കുറേ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന്
ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെയുള്ള നല്ല ഡൈനിങ് സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് പോകാൻ വേണ്ടി ഞാനിങ്ങനെ റെഡിയായി വന്നിരിക്കുകയാണ്, വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാരാഗ്ലൈഡിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ച് അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകും. അതാണ് നമ്മുടെ 1 ഡേ പ്ലാനിങ് ബാലിയിൽ വന്നിട്ട് കേട്ടോ. അപ്പോൾ നുസ ഡുവ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. ബാലിയിൽ വരുമ്പോൾ കിടിലൻ സ്പോട്ടാണ്. ഇവിടെ നമുക്ക് ടവലൊക്കെ റെൻറ്റിന് കിട്ടും കേട്ടോ, 20 രൂപ ഉണ്ടോ. നമ്മൾ വണ്ടി ഇത് എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാമറ ഷൂട്ടിങ്ങിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു വീഡിയോ എടുത്തതിൻ്റെ മെമ്മറി കാർഡ് ഇത് ഇവിടെ നിന്നാണ് തരിക. ഈ ഗോപ്രോയിലാണ് ഇവന്മാർ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്നാൽ പാരാഗ്ലൈഡിംഗ് ഒക്കെ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. നിങ്ങളിരുന്ന് കണ്ടോളി നമ്മളെ പാരാഗ്ലൈഡിങ്. ഓക്കെ ഗൈസ്.